നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മായാനദി എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നടിയാണ് ഐശ്വര്യലക്ഷ്മി. മലയാളവും കടന്ന് തെലുങ്കിലും തമിഴിലുമെല്ലാം ഇന്ന് സ്വന്തമായൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഐശ്വര്യ. നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തുവെങ്കിലും മായാനദിയിലൂടെയാണ് ഐശ്വര്യ താരമായി മാറുന്നത്. പിന്നീട് വരത്തൻ, കുമാരി, പൊന്നിയിൻ സെൽവൻ തുടങ്ങി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി മാറാനും ഐശ്വര്യയ്ക്ക് സാധിച്ചു. ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ നിലപാടുകളിലൂടെയും ഐശ്വര്യ കയ്യടി നേടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം അടുത്തിടെ ഈ വർഷം ഇതുവരെ കടന്നുവന്ന നല്ലതും ചീത്തയുമായ സാഹചര്യങ്ങളിൽ പകർത്തിയ ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു. അതിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചിത്രവും പൊട്ടിക്കരയുന്ന ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആ ഫോട്ടോകൾക്ക് പിന്നിലെ സാഹചര്യം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ന്യൂ ഇയറിന് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടി പോയതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ഐശ്വര്യലക്ഷ്മി പങ്കുവച്ചത്. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകാൻ മടിയായിരുന്നുവെന്നും ഐശ്വര്യ പറയുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടെന്ന കാര്യം ഈ വർഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. കരയുന്ന ഒരു ഫോട്ടോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷേ കരയുന്ന സമയത്തെല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന്, എങ്ങനെ, എപ്പോൾ കരഞ്ഞുവെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് വല്ലാത്ത മൈഗ്രെയിൻ ഉണ്ട്. ഈ വർഷം ന്യൂ ഇയർ ദിവസം ഞാൻ മൈഗ്രെയിൻ കൂടി ആശുപത്രിയിലായിരുന്നു. പക്ഷെ അന്നേ ദിവസം ആശുപത്രിയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം 1-ാം തീയതി ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് തലേ ദിവസം പാർട്ടി ചെയ്തത് കൂടിപ്പോയത് കൊണ്ട് അസുഖം വന്നയാളാണെന്ന ചിന്ത എല്ലാവർക്കും വരും. ഹൗസ് സർജൻസി ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് 1-ാം തീയതി ഞാനും ആശുപത്രിയിൽ പോയാൽ അവിടെയുള്ള ഡോക്ടേഴ്സും ഇങ്ങനെ വിചാരിക്കുമോ എന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെയാണല്ലോ നമ്മുടെ പേടി. ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവർ ലൗഡ് സ്പീക്കർ വെച്ചിരുന്നു. ഒരു പരിപാടിയും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ്. ലൗഡ് സ്പീക്കർ സൗണ്ട് ട്രിഗർ ആയപ്പോൾ എനിക്ക് മൈഗ്രെയിൻ വന്നു. പണ്ട് മുതൽ മൈഗ്രെയിൻ ഉണ്ട്. 2023-ൽ കൂടി. മെഡിറ്റേഷൻ പഠിക്കാൻ പോയിട്ടും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ലൗഡ് സ്പീക്കർ അവിടെയും ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ കൂടിയ ശേഷം എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയിലെത്തി. ഡിസംബർ 31-ന് മൈഗ്രെയിൻ വന്നു തുടങ്ങിയപ്പോൾ തന്നെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ പോകാൻ എന്നെ ഉപദേശിച്ചിരുന്നു. ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും എന്ത് ചിന്തിക്കുമെന്ന് കരുതി ഞാൻ പോകാൻ തയ്യാറായില്ല. പക്ഷെ 1-ാം തീയതി ആയപ്പോഴേക്കും അത് കൂടി. ഛർദിലടക്കം എല്ലാം ഉണ്ടായിരുന്നു. അവസാനം ആശുപത്രിയിൽ പോയി അവിടെ 8 മണിക്കൂറോളം കിടന്നു. അവിടെ എനിക്കൊപ്പം പഠിച്ച കുട്ടി കാഷ്വാലിറ്റിയിൽ ഡോക്ടറായിരുന്നു. അവൾ എടുത്ത ഫോട്ടോയാണ് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ആശുപത്രിയിൽ നിന്നുള്ള ഫോട്ടോ. സ്ട്രെസ്, പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ എല്ലാമായിരുന്നു മൈഗ്രെയിന് പിന്നിലെ കാരണം എന്നാണ് ഐശ്വര്യ പറഞ്ഞത്. അതേസമയം കിങ് ഓഫ് കൊത്തയാണ് അവസാനം മലയാളത്തിൽ റിലീസ് ചെയ്ത ഐശ്വര്യയുടെ സിനിമ. ദുൽഖർ സൽമാനായിരുന്നു സിനിമയിൽ നായകൻ. തഗ് ലൈഫ് എന്ന കമൽഹാസൻ സിനിമയാണ് ഇനി ഐശ്വര്യയുടേതായി റിലീസിനെത്താനുള്ളത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.